യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അതേ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ ആദ്യ വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് ദർശനത്തിൽ സംസാരിക്കുന്നതായ കാര്യം. അതിൽ നമ്മൾ പ്രധാനമായി ചിന്തിച്ചത് അബ്രാമേ ഭയപ്പെടേണ്ട, ദൈവം നമ്മളോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിൽ അതിൻ്റെ പ്രസക്തി എന്താണ്? അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മൾ ഭയപ്പെടുവാൻ കഴിയാത്തവണ്ണം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടാണ്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ് ദൈവം പറയുന്നത് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ സമാനമായ കാര്യങ്ങൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. നയനിലെ വിധവയുടെ മകൻ മരിച്ചു പോയപ്പോൾ അവനെ അടക്കുവാൻ കൊണ്ടുപോകുമ്പോൾ യേശു ആ നയീൻ പട്ടണത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവൻ്റെ വിധവയായ അമ്മയെ കണ്ടപ്പോൾ യേശു പ്രകാരം പറഞ്ഞു, സ്ത്രീയെ കരയണ്ട എന്ന് പറഞ്ഞാൽ കരയണ്ട എന്ന് യേശു പറയുമ്പോൾ തന്നെ താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഉറപ്പ് യേശു ക്രിസ്തുവിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് യേശു ചോദിക്കുന്നു. ആരോടാണ്? അന്ന് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ നിരാശയോടുകൂടി ഇരുന്ന യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട്. അത് യേശു പറയുമ്പോൾ തന്നെ നമ്മളോട് വായിക്കുന്നുണ്ട്, അവൻ അവർക്ക് വേണ്ടി ആഹാരം ഒരുക്കി വെച്ചിട്ടാണ് പറയുന്നത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇന്ന് നിങ്ങളോട് ഇതുപോലെ ദൈവം സംസാരിക്കുന്നു എന്ന് വരികിൽ നീ ഭയപ്പെടേണ്ട, നീ പ്രയാസപ്പെടേണ്ട എന്ന് ദൈവം നിന്നോട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ് അങ്ങനെ ദൈവം പറയുന്നത്. ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം എന്നവണ്ണം അല്ലെങ്കിൽ പ്രകൃതം എന്നവണ്ണം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്കാണ് കടന്നു പോകുന്നത്. 15-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അതായത് ദൈവം അബ്രഹാമിന് ഇപ്രകാരമുള്ള ഉറപ്പുകൾ കൊടുക്കുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും നിന്റെ പരിചയമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അബ്രഹാം അതിന് റെസ്പോൺസായിട്ട് ദൈവത്തോട് പറയുന്നതായ ഒരു വാക്യമാണ്. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. നമ്മൾ ഈ വാക്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കത്തില്ല, എന്നാൽ അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിന് അബ്രഹാം, അതായത് ദൈവം അവനെ അനുഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാമിന് വളരെ സന്തോഷമായി കാണും. എന്നാലും അബ്രഹാമിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്ന് വരികിലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ശൂന്യതയെ നമ്മൾ ദൈവത്തോട് അറിയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പലരുടെ ജീവിതത്തിൽ അവർ ധാരാളമായി വചനങ്ങൾ കേൾക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവർ ശ്രവിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നതായ ശൂന്യതയെ പലപ്പോഴും അവർ പോലും അഡ്രസ്സ് ചെയ്യാറില്ല, അവർ പോലും അതിനെ സംബോധന ചെയ്യാറില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? എത്രത്തോളം അവർക്ക് ആത്മീയമായ നന്മകൾ ലഭിച്ചു എന്ന് വരികിലും അവരുടെ ആ ജീവിതത്തിൻ്റെ ശൂന്യതയെക്കുറിച്ച് അവർ ദൈവത്തോട് സംസാരിക്കാത്തത് കൊണ്ട് പലപ്പോഴും അവർ ശൂന്യരായി തന്നെ നിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അബ്രഹാമിന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതായത് അബ്രഹാം ഏതൊക്കെ വിഷയത്തിലാണോ താൻ സന്ദേഹപ്പെട്ടിരുന്നത്, ഒന്നാമത് ഭയം അവനെ പിടിച്ചിരുന്നു, രണ്ടാമതായിട്ട് ഉത്കണ്ഠകൾ അവൻ്റെ മേലുണ്ടായിരുന്നു. ഈ രണ്ട് വിഷയത്തെയും ദൈവം അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അബ്രഹാമിൻ്റെ ഉള്ളിലെ ആ ശൂന്യത മാറുന്നില്ല എന്നുള്ളത് നമ്മളിവിടെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളൊരു പക്ഷേ ഇതുപോലെയുള്ള മോർണിംഗ് ഡ്യൂ സന്ദേശങ്ങൾ പോലെയുള്ള സന്ദേശങ്ങൾ നിങ്ങൾ ദിവസവും കേൾക്കുന്ന ആളുകളായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ചർച്ചിൽ കടന്നുപോയി നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി വളരെ നല്ലവണ്ണം പുഞ്ചിരിച്ച് ഞാൻ ഹാപ്പിയാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കാം. പക്ഷെ അവരെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മുടെ വിടർന്ന മുഖം ക്ലോസ്ഡ് ആയിട്ട് പോകുന്നതായിട്ട്, അടഞ്ഞു പോകുന്നതായിട്ട്, നമ്മുടെ ചുണ്ടിൽ വിരിഞ്ഞതായ ആ ചിരി ചുരുങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? പലപ്പോഴും നമ്മൾ പുറത്ത് കാണിക്കുന്ന ചിരി ആയിരിക്കത്തില്ല നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്കാകുന്നത്. പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പാകെ ചിരിച്ച് ഉല്ലസിക്കുന്ന ആ അനുഭവമായിരിക്കില്ല വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നത്.
ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ശൂന്യതകളെ നികത്തുവാൻ നമുക്ക് സാധിക്കത്തില്ല, എന്നാൽ ദൈവത്തിന് സാധിക്കും. ഇത് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എത്രത്തോളം നല്ല ആഹാരം കഴിച്ചെന്ന് പറഞ്ഞാലും, എത്രത്തോളം നല്ല വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാലും, ഇതുപോലെ എത്രത്തോളം ആത്മീയമായി നിങ്ങൾ പോഷിപ്പിക്കപ്പെട്ടു എന്ന് വരികിലും ജീവിതത്തിൽ ഈ ശൂന്യതകളെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയത്തില്ല. ഈ സന്ദേശത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളെ മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇവിടെ അബ്രാം തൻ്റെ ഉത്കണ്ഠകളും അതേപോലെ തന്നെ തൻ്റെ ഭയവും ദൈവം മാറ്റി, അല്ലെങ്കിൽ ദൈവം അതിനുവേണ്ടി ഇടപെട്ടു, ഇൻ്റർവീൻ ചെയ്തു എന്ന് അബ്രഹാമിന് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിലും ഹീസ് നോട്ട് ഹാപ്പി. അവൻ ഹാപ്പി അല്ല. നോക്കൂ, ഇവിടെയാണ് അബ്രഹാമിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാകേണ്ടത്. നമ്മളൊക്കെ ആണെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ദൈവത്തെ ആരാധിച്ചേനും ദൈവത്തെ മഹത്വപ്പെടുത്തേനേയും, യെസ്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, അതേ ഞാൻ മനസ്സിലാക്കുന്നു, ഐ ആം എൻകറേജ്ഡ് എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷേ ഇവിടെ അബ്രാമിന് അതൊന്നും പറയാൻ കഴിയുന്നില്ല. തൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യതയെ പൂർണ്ണമായിട്ടും ദൈവത്തിനു മുമ്പാകെ പ്രസന്റ് ചെയ്യുവാൻ, അതേ ദൈവത്തിനു മുമ്പാകെ അവതരിപ്പിക്കുവാൻ അബ്രഹാം ഇവിടെ തുനിയുന്നു. നോക്കൂ, അബ്രാം ദൈവത്തോട്, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ ഈ ഒരു ചോദ്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, ഇനി എന്തു കൊടുക്കാൻ അബ്രാമിന്, അല്ലേ? ദൈവം അബ്രാമിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ സമ്പത്താകുന്നു, ഞാൻ നിൻ്റെ അനുഗ്രഹമാകുന്നു, ഞാൻ നിൻ്റെ പരിചയമാകുന്നു, അല്ലേ? അതേപോലെ പ്രതിഫലമാകുന്നു. എന്നിട്ട് അബ്രാം ചോദിക്കുന്നു, നീ എനിക്ക് എന്തു തരും? അതിനർത്ഥം ജീവിതത്തിൽ തൻ്റെ ആ ശൂന്യതകളെ നികത്തുവാൻ കഴിയുന്നതായ ഒരു പ്രവൃത്തി, ഒരു പ്രതിഫലം അബ്രഹാം ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ പറഞ്ഞതായ പ്രതിഫലമൊന്നും അബ്രഹാമിന് തൻ്റെ ശൂന്യതയെ മറികടക്കുവാൻ സഹായിക്കുന്നതല്ല. അപ്പോൾ അബ്രഹാം എന്താണ് ചോദിക്കുന്നത്? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. ഈ ഒരു വിഷയം നമ്മൾ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അത് വളരെ വലുതാണ്. ഈ ഒരു കാര്യം സംഭവിക്കുമ്പോഴും അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതൃഭവനത്തെയും ചർച്ചക്കാരെയും വിട്ട് പുറപ്പെടുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞതായ വാഗ്ദത്തമായിരുന്നു അബ്രഹാമിന് സന്തതികൾ ഉണ്ടാകുമെന്നുള്ളത്. എന്ന് മാത്രമല്ല, ആ സന്തതി മൂലം ദൈവം ഭൂമിയിലെ സകല ജാതികളെയും അനുഗ്രഹിക്കും, സകല വംശങ്ങളെയും അനുഗ്രഹിക്കും, രാഷ്ട്രം ഉണ്ടാകും എന്നൊക്കെ ദൈവം പറയുമ്പോഴും ആ ഒരു വിഷയത്തിൽ ദൈവം സൈലന്റ് ആണോ എന്ന് അബ്രഹാം ചിന്തിച്ചു പോകുന്നതായ അവസ്ഥകൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെ അവൻ്റെ വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാൽ കണക്റ്റഡ് ആണ്. നമ്മൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെ അവൻ്റെ വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിക്കണം. പഴയ നിയമത്തിലെ പിതാക്കന്മാരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ മതി. അവരെപ്പോഴും ദൈവം അവരോട് കാലാകാലങ്ങളിൽ പറഞ്ഞതായ വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവർ മിണ്ടാതിരിക്കരുത് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ? അതേപോലെ തന്നെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങളോട് സംസാരിച്ചതായ കാര്യങ്ങൾ, അതേ വാഗ്ദത്തങ്ങളാകട്ടെ അനുഗ്രഹങ്ങളാകട്ടെ, ഇതെല്ലാം തന്നെ നമ്മൾ ദൈവത്തെ ഓർമ്മിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളത് മറന്നിട്ടില്ല, നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം എന്ന പോലെ നമുക്ക് ദൈവത്തെ ഓർമ്മിപ്പിക്കുവാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ദൈവത്തോടുള്ള ജീവിത ശൈലിയാണോ ഉള്ളത്? അല്ലെങ്കിൽ ആ നിലയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ജീവിതത്തിൽ ഇങ്ങനെ ശൂന്യതയുള്ളവർ അനുഗ്രഹിക്കപ്പെടാത്തവരെന്നോ അവർ ദൈവഹിതമല്ലാത്തവർ എന്നല്ല, മറിച്ച് നമുക്കെല്ലാവർക്കും അങ്ങനെയുള്ള ശൂന്യതകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം ആ ശൂന്യതകളെ നിറയ്ക്കുന്നത് ദൈവമാണ് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശൂന്യതകളെ ദൈവം നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും പല വിഷയങ്ങളിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുമെന്ന് ലോകർ മുഴുവൻ ചിന്തിക്കാറുണ്ട്. നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ ഒക്കെ ചിന്തിക്കാറുണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും സന്തോഷത്തിലേക്കാണ്. പക്ഷേ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. കാരണം ജീവിതത്തിൻ്റെ ശൂന്യതകൾ പലപ്പോഴും ദൈവത്തിനു മുമ്പാകെ നിങ്ങൾ പ്രസന്റ് ചെയ്യാത്തതുകൊണ്ട് പലപ്പോഴും ജീവിതത്തിൻ്റെ ശൂന്യതകൾ നികത്തപ്പെടുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളെ നികത്തുവാൻ കഴിയുന്ന
ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അതാണ് നമ്മുടെ കർത്താവ്. അതിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അടുത്ത ദിവസം അബ്രഹാമിൻ്റെ ഈ ശൂന്യതയുടെ നടുവിൽ അബ്രഹാം ദൈവത്തെ എങ്ങനെയാണ് വിളിക്കുന്നത്, അബ്രഹാമിൻ്റെ മനോഭാവം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതാണ്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, എന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വാസ്തവമായിട്ടും ദൈവത്തിൻ്റെ ആ സാന്നിധ്യം വഹിക്കുന്നവരായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകളെ അഡ്രസ്സ് ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ശൂന്യതകളുമായി ദൈവത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ശൂന്യതകളെ നികത്തുവാൻ കഴിയുന്ന ഏക വ്യക്തി ഞങ്ങളുടെ കർത്താവാണെന്നുള്ള തിരിച്ചറിവിലൂടെ കടന്നു പോകുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ, സന്തോഷവേളകളൊക്കെ കടന്നു വരുമ്പോഴും ശരിയായി സന്തോഷിക്കാനോ ആ സന്തോഷം നിലനിർത്തുവാനോ കഴിയാത്തതായ ജീവിത അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ അവസ്ഥകളെല്ലാം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറി കർത്താവിൽ പൂർണ്ണമായും സന്തോഷിപ്പാൻ, അങ്ങയിൽ ആനന്ദിപ്പാൻ, ജീവിതം ധന്യമായ രീതിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളേവരെയും അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളുമായി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.